എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളാണ് UK, കാനഡ, അമേരിക്ക പോലുള്ള, ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ. എന്നാൽ ഇവിടെയെല്ലാം വലിയ രീതിയിലുള്ള കുടിയേറ്റ വിരുദ്ധ പ്രവർത്തനങ്ങളും നിയമമാറ്റങ്ങളും ഓരോ ദിവസവും വ്യത്യസ്തമായി വന്നുകൊണ്ടിരിക്കുകയും വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിൽ പല രാജ്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യത്തെക്കുറിച്ച് തന്നെയാണ്. നെതർലാൻഡാണ് ഈ രാജ്യം. UK, അമേരിക്കയും ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ട. വിദ്യാർത്ഥികൾക്ക് വൻ അവസരമൊരുക്കി മറ്റൊരു രാജ്യം കൂടി ഫീസ് വളരെ കുറവിൽ നൽകിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള പല വിദ്യാർത്ഥികൾക്കും വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പലരും UKയും അമേരിക്കയുമാണ് അതിനായി തിരഞ്ഞെടുക്കുന്നത് എന്നത് തന്നെയാണ് കണ്ടുവരുന്നത്. എന്നാൽ അവിടെ മാറി ഒരു വരുന്ന വിസ സംവിധാനങ്ങളും ഉയർന്ന ചെലവും വിദ്യാർത്ഥികളെ കഷ്ടത്തിലാക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. UKയിൽ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കാൻ തന്നെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ മറ്റു പല രാജ്യങ്ങളിൽ ഇതിലും കുറഞ്ഞ ചെലവിൽ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് നെതർലാൻഡ്. നിരവധി ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി നെതർലാൻഡ് തിരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് ആണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്ക, UK രാജ്യങ്ങളെ അപേക്ഷിച്ച് ഫീസ് കുറവാണ് ഇവിടെ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്നാൽ അത് പല വിദ്യാർത്ഥികൾക്കും അറിയില്ല എന്നതാണ് സത്യം. ലോകത്തെ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ആദ്യ 250-ൽ 13 സർവകലാശാലകൾ നെതർലാൻഡിൽ നിന്നുള്ളതാണെന്ന് ആർക്കും അറിയുന്നില്ല. നിരവധി സ്വകാര്യ സർവകലാശാലകളും നെതർലാൻഡിലുണ്ട്. അടുത്ത അക്കാദമിക് വർഷത്തിൽ ആരംഭിക്കുന്ന കോഴ്സുകളുടെ അഡ്മിഷൻ ഈ വർഷം ഒക്ടോബറിൽ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രതിവർഷം 9,000 മുതൽ 15,000 യൂറോ വരെ ഫീസിനത്തിൽ നൽകേണ്ടതും ഉണ്ട്. കൂടാതെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളിലെ ഉപരിപഠനത്തിനുള്ള ഓസ്ട്രേലിയൻ അവാർഡ് സ്കോളർഷിപ്പിന് ഏപ്രിൽ 30 വരെ അപേക്ഷിക്കുകയും ചെയ്യാം. ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രേഡ് നൽകുന്ന സ്കോളർഷിപ്പ് ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കാണ്. കോഴ്സ് തുടങ്ങി പൂർത്തിയാകുന്നത് വരെയുള്ള ട്യൂഷൻ ഫീസ്, ജീവിത ചെലവ് എന്നിവ പൂർണ്ണമായും സ്കോളർഷിപ്പിലൂടെ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി, യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി, ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റി എന്നിവയാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുകയും അപേക്ഷയോടൊപ്പം പ്രവേശനം ലഭിക്കുന്ന തെളിവുകളും സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും നൽകാവുന്നതാണ്. ഇങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ് നെതർലാൻഡ്. വിദ്യാർത്ഥികൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള, ഏറ്റവും ചിലവ് കുറഞ്ഞുകൊണ്ട്, ജീവിത നിലവാര ചിലവുകൾ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വലിയ സാഹചര്യമാണ് ഇന്ന് നെതർലാൻഡ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവുകൾ ഇല്ല. അവിടെ എത്രത്തോളം ഫീസ് ഉണ്ട്, ജീവിത നിലവാരം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊന്നും വലിയ യൂണിവേഴ്സിറ്റികൾ ലോകത്ത് തന്നെ ഉള്ളതിൽ 250 റാങ്കുകളിൽ 13 നെതർലാൻഡിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളാണ് എന്നുള്ള അറിവ് പോലും ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇല്ലാത്തവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നിങ്ങൾ ഈ UK, കാനഡ പോലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോയി കഷ്ടപ്പെട്ട് നിങ്ങളുടെ ബാധ്യതകൾ കൂട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അവിടെ പോയി നല്ല വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.